നാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവന് എലീമേലെക്കെന്നും ഭാര്യയ്ക്ക് നൊവോമി എന്നും 2 പുത്രന്മാർക്ക് മഗ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നൊവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഗ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. പ്രീതി മക്കളെ, ഇതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ നോക്കൂ, പിന്നീട് അവര് 3 വിധവന്മാരാണ് ശേഷിച്ചത്. ഏകദേശം 10 വർഷം വരെ ഇവരെല്ലാം ഒത്തൊരുമിച്ച് വസിച്ചതിന് ശേഷം ഹല്ലേലൂയ അവിടെ നിന്നും വീണ്ടും താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഹല്ലേലൂയ നൊവോമി പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ദേശത്തേക്ക്, നിങ്ങളുടെ മമ്മിയുടെ അടുത്തേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിട്ട് വന്ന ആ വിധവന്മാരായ മോവാബി സ്ത്രീകൾ പ്രതിസന്ധികളിൽ പ്രശ്നം ഉണ്ടാക്കാത്തവളായി നോക്കൂ അമ്മായിയമ്മയോട് രൂത്ത് ചേർന്ന് നിന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. നോക്കൂ, രൂത്ത് ഉറച്ച തീരുമാന ശക്തിയിലായിരുന്നു. 1-ാം അധ്യായം 15 മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, അപ്പോൾ അവൾ നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനു രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ നീ പോകുന്നിടത്ത് ഞാനും, അതായത് ഒരു പുതിയ വഴി ഹല്ലേലൂയ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. ഒരു പുതിയ ബന്ധത്തിലേക്ക് ചെല്ലുവാൻ ഇടയാകുക. നിന്റെ ജനം എൻ്റെ ജനം, അതായത് ഒരു പുതിയ കൂട്ടായ്മയിലേക്ക് അവർ ഹല്ലേലൂയ മുന്നോട്ട് കാൽച്ചുവട് വെപ്പാൻ നോക്കുകയാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം. നോക്കൂ, പുതിയ ശക്തി പ്രാപിക്കുവാൻ ഈ മോവാബി സ്ത്രീയായ രൂത്ത് നൊവോമിയുടെ ഹല്ലേലൂയ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. നോക്കൂ, ഒരു പുതിയ ദർശനമുള്ളവളായി തീരുവാൻ ഈ രൂത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അമ്മായിയമ്മയെ അനുസരിച്ച് ജീവിക്കുവാൻ, ഹല്ലേലൂയ അമ്മായിയമ്മയെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഈ രൂത്തിന് കഴിഞ്ഞു. 3-ാം അധ്യായം നമ്മൾ ഹല്ലേലൂയ 2-ാം അധ്യായമൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാ, വീണ്ടും അവർ ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഹല്ലേലൂയ നോക്കൂ, രൂത്ത് അമ്മായിയമ്മയെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. നോക്കൂ, നിഷ്കളങ്ക സ്വഭാവമുള്ളവളായിരുന്നു. 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ
പട്ടണക്കാർക്കെല്ലാം അറിയാം. നോക്കൂ, ഹാലലുയ, ഉത്തമ സ്ത്രീയെ ഹാലലുയ റൂത്തായി തീർന്നുവെങ്കിൽ ഒരു ബോവസിനെ ഹാലലുയ ആ വയലിന്റെ ഉടമസ്ഥ ആ 2-ാം അധ്യായമെല്ലാം പ്രിയ ദൈവമക്കൾ വായിക്കണം. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവർ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത്? വീണ്ടും ബേത്ലഹേമിൽ ചെന്നപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു? ആരുടെ വയലിൽ ചെന്നു? ഇവൾക്ക് എന്തായിരുന്നു ജോലി? ഇവൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ആ പട്ടണക്കാർക്കെല്ലാം ഒരു ഉത്തമ സ്ത്രീയായി തീരുവാൻ ഈ രൂത്ത് ഹല്ലേലൂയ അവിടെ ആയിത്തീർന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രൂത്ത് ബോവസിന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്നതായിട്ട്. ഹല്ലേലൂയ. 4-ാം അധ്യായം 9-ാം വാക്യവും 10-ാം വാക്യവും കാണുന്നുണ്ട്. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിനുള്ളതൊക്കെയും കില്യോനും മകളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മകളോന്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. ഒരു മോവാബി സ്ത്രീയായ രൂത്ത് ഇപ്പോൾ ബോവസിന്റെ കുടുംബത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ചതായിട്ട് ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. രൂത്തിന്റെ തീരുമാനം പ്രീതി മക്കളെ ഉറച്ചതായിരുന്നു. ഹല്ലേലൂയ. അതാണ് 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതിനു രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം അവസാനം വരെയും. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ പോവോളം, മരണം സംഭവിക്കും വരെ നമ്മൾ നമ്മുടെ യേശുവിനായിട്ട് ഹല്ലേലൂയ തീരുമാനമെടുത്തു നിൽക്കുമ്പോൾ യേശുവിന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, അപ്പന്റെ ഭവനത്തിൽ സ്ഥാനം പിടിക്കുവാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. മോവാബി സ്ത്രീയായ രൂത്ത് ഹല്ലേലൂയ നൊവോമിയോട് പറ്റിച്ചേർന്ന് ഹല്ലേലൂയ നൊവോമിയുടെ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഇടയായപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ വംശാവലിയിൽ സ്ഥാനം പിടിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ഉറപ്പോടെ നിൽക്കാം, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം. അപ്പന്റെ വരവിങ്കൽ അപ്പനോട് ചേർന്ന് നമുക്കും അപ്പനോടൊപ്പം ആയിത്തീരാം. തീരുമാനത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ തിരിഞ്ഞു പോകാതെ അപ്പനോട് തന്നെ ചേർന്ന് നിൽക്കുന്നവരായി തീരാം. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുവാൻ, കർത്താവെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ ഉറപ്പോട് നിൽക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളെ ഹല്ലേലൂയ നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം ഹല്ലേലൂയ ഉറപ്പോട് സഹിപ്പാനുള്ള കൃപ ഓരോരുത്തർക്കും കൊടുക്കണമേ. പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവകൃപ ഓരോ മക്കൾക്കും പ്രാപിച്ചെടുക്കുവാൻ കർത്താവെ സഹായം ചെയ്യണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതലായി തീരുവാൻ, ഉറപ്പോട് നിൽക്കത്തക്കവണ്ണം എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ, ആ ക്രൂശിനെ നോക്കി തന്നെ ജീവിതം കരിക്കുവാൻ ഇടയാകണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.